വിശ്വാസി ഏറ്റവും ഭയപ്പെടേണ്ട സാധനം അതാണ്. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്തൊരു സാഹചര്യം എൻ്റെ കയ്യിലുണ്ടോ, ഞാൻ അങ്ങനെ വല്ലതും കൊണ്ടു നടക്കുന്നുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം എന്താണത്? ഹറാമായത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലേ? ഒരാളെ പറ്റി ഹദീസിൽ പറയുന്നുണ്ട്, അയാൾ ആകാശത്തിലേക്ക് കൈ ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്, അയാൾ യാത്ര ചെയ്യാണ്, അയാളെ വസ്ത്രങ്ങളും മുടികളൊക്കെ എന്ത് ചെയ്യുന്നത്, ചളി പുരണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാ വിളിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. കാരണം എന്താണ്? അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാളുടെ ഭക്ഷണം ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമായ സമ്പാദ്യം കൊണ്ടാണോ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ഭക്ഷിപ്പിക്കുന്നത്? ഹറാമായ സമ്പാദ്യം കൊണ്ടാണോ നിങ്ങളുടെ കുടുംബം ജീവിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരുകയില്ല, ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ട് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉപേക്ഷിക്കണം. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഡേഞ്ചറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മറ്റു പ്രവാചകന്മാരുടെ ഒക്കെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രതിസന്ധിയിൽ അള്ളാഹുവിനോട് വ്യത്യസ്ത രൂപത്തിൽ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആയത്തുകളുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതേ ലഫ്ള് വെച്ച് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് സഹോദരങ്ങളെ? ഇതൊക്കെ ആ പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു വിശ്വാസം ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ള